നമ്മളെ കണ്ണൂര് കാടിന്റെ നടുവിലായൊരു കാവ്. ആ കാവിലുള്ളതോ ഒരു യക്ഷി. ഈ കാട്ടിലെ ഒരു ചില്ലയെ പോലും നോവിക്കുന്നത് ആള് കോപിക്കാൻ ഇടയാക്കുന്നാണ് പറച്ചില്. ഇതൊരു അടിയാത്തി പെണ്ണിന്റെ കഥയാണേ. ആള് നല്ല സുന്ദരിയായിരുന്നു. ഇങ്ങ് മറഞ്ഞു നിന്ന് അവൾ ശ്ലോകങ്ങളും വേദങ്ങളും പുരാണങ്ങളും ഒക്കെ തന്നെ പഠിച്ചു. പക്ഷെ താണ ജാതിയിൽപ്പെട്ട വെറൂ ഒരു പെണ്ണ് ഈ ശ്ലോകങ്ങളൊക്കെ പാടി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ തമ്പ്രാക്കന്മാര് അവളെ ചതിച്ചു കൊല്ലുകയാണ് ഉണ്ടായത്. പിന്നീട് അവിടെ ഉള്ളവർക്കൊക്കെ തന്നെ ഒരു പേടി സ്വപ്നമായിരുന്നു അവള്. കുളിക്കടവിൽ വന്നവർക്ക് അവൾ എണ്ണയും താളിയും നീട്ടി അവരെ പിച്ചി ചീന്തി കൊന്നിട്ടുണ്ടായിരുന്നു. ഒരു മായയ്ക്കും മന്ത്രത്തിനു മുന്നില് അവള് തളർന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കാലക്കാട്ട് തിരുമേനി ആദ്യമായി അവളെ അമ്മയെന്ന് വിളിച്ചപ്പം അവളൊന്ന് പതറി. അങ്ങനെ ഒരു നാടിനെ മൊത്തം വിറപ്പിച്ച യക്ഷിയിൽ നിന്ന് നീലിയാർ അമ്മയായി മാറുകയാണ് ഉണ്ടായത്. ഇങ്ങ് കണ്ണൂര് മാങ്ങാട്ടുപറമ്പ് നീലിയാർ കൂട്ടത്തിൽ വന്ന ഈ സുന്ദരിയെ നിങ്ങൾക്കും കാണാട്ടോ.